ശബരിമല വിഷയത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം, വിശ്വാസികളുടെ മഹത്തായിട്ടുള്ള സംഗമം, ആ വിശ്വാസികളുടെ മഹത്തായ സംഗമത്തിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള വിവിധ നേതാക്കന്മാർ പങ്കെടുത്തു, സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു. ശരണം വിളിയാൽ മുഖരിതമായിട്ടുള്ള ആധ്യാത്മികവും അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രവുമായിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു പന്തളത്ത് നടന്നത്. ആ സമ്മേളനത്തിൻ്റെ അവസാനം അവിടെ അവതരിപ്പിച്ച പ്രമേയം, അവിടെ പാസ്സാക്കിയ 10,000 വരുന്ന അയ്യപ്പ ഭക്തർ പാസ്സാക്കിയ പ്രമേയം അതേ വേദിയിൽ വെച്ച് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് അവിടെയുള്ള സന്യാസിമാരും അവിടെ കൂടിയ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന് കൈമാറി. അദ്ദേഹം അന്ന് ആ വേദിയിൽ പറഞ്ഞത്, ഈ പ്രമേയം നടപ്പാക്കിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഇത് നടപ്പാക്കിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഭാഗത്തുനിന്നുള്ള പരിശ്രമവും താൻ നടത്തും എന്നുള്ള വാക്കാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. ആ വാക്ക് ഭാരതീയ ജനതാ പാർട്ടി പാലിക്കും. അവിടെ ശബരിമല വിഷയത്തിന് പരിഹാരം കാണാൻ, ശബരിമലയിലെ വികസന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ, ശബരിമലയുടെ ആചാരങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് പൂജാ സംവിധാനങ്ങളും വേണ്ടവണ്ണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അതുപോലെ തന്നെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാളും പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രതിജ്ഞാബദ്ധത ഞങ്ങൾ വരും നാളുകളിൽ കേരളത്തിലെ ശബരിമല ഭക്തന്മാരുടെ മുമ്പിൽ തെളിയിക്കും. അതിനുവേണ്ടിയുള്ള ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.